ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് ആണെന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലില്ലേ, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടൊരു വർക്കാണ്. അപ്പോൾ ഇവിടെ സാറ്റിൻ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് അറ്റങ്ങളൊക്കെ ഉരുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അളവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് മെഷീൻ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരറ്റം തൊട്ട് അറ്റം വരെ നമുക്ക് അതിൻ്റെ അറ്റങ്ങളിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടറ്റങ്ങളും നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനെ മറിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അറ്റം ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ആ സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് സെൻറ്ററിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. 4.5 സെൻറ്റിമീറ്ററിലാണ് ഇതിൻ്റെ നീളം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് താഴ്ഭാഗത്തേക്കായിട്ടാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തെടുക്കുക, നല്ലതുപോലെ ഗ്ലൂ ചെയ്യുക. എന്നിട്ട് ആ ഒരു മെറ്റീരിയലിനെ ഇതിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, നല്ലതുപോലെ ഫിക്സ് ആയിരിക്കാനായിട്ടാണ്. അപ്പോൾ അവിടെ അത് ഒട്ടിയതിന് ശേഷം നമുക്കിനി കുറച്ച് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഹെയർ ക്ലിപ്പ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പം മുമ്പ് ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ പെയറിനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം അതേപോലെ തന്നെ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതേപോലെ വേണം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ പ്ലീറ്റ്സ് അല്ല, അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള പ്ലീറ്റ്സ് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ നീളം 4.5 സെൻറ്റിമീറ്ററും ഈ ഒരു മെറ്റീരിയലിൻ്റെ നീളം 20 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ടുണ്ടാവും. നല്ല ഡീപ്പിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പ്ലീറ്റ്സ് അല്ല ഇട്ട് കൊടുക്കേണ്ടത്, അത്യാവശ്യം നല്ല ഉള്ളുണ്ടായിരിക്കണം ഇതേപോലെ. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗ്ലൂ ചെയ്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഗ്ലൂ ചെയ്തിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത്. ഇനിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ പ്ലീറ്റ്സ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് അതിന് താഴ്ഭാഗത്തായിട്ട് ഗ്ലൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പോൾ കറക്റ്റ് ഒരേ ലെവലിലല്ലാതെ ഇതേപോലെ ഒന്ന് ചരിച്ചിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ക്ലിപ്പും നമ്മൾ ഇതുപോലെ പെയർ ചെയ്യുമ്പോൾ ഏകദേശം രണ്ടും ഒരേപോലെ ആവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടും രണ്ട് തരത്തിലാവരുത്. കറക്റ്റ് ഒരുപോലെ ഒന്നും ആവില്ല, എന്നാലും ഏകദേശം ഒരുപോലെ ആക്കാം കേട്ടോ. നമ്മൾ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പം അറ്റം ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഉരുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലും കാണിക്കുന്നത്. ഇതേപോലെ ഉരുക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ വെച്ചിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിച്ചു പിടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മളിതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ പ്ലീറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ പ്ലീറ്റ്സ് ഇങ്ങനെ പോരൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ അത്യാവശ്യം നല്ല ഡീപ്പിലാണ് നമ്മൾ ഓരോ പ്ലീറ്റ്സും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ ചെയ്തിട്ട് നമ്മളതിനെ ഫിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും കുറച്ച് ഗ്ലൂ മാത്രം നമ്മളവിടെ ചെയ്യുന്നുള്ളൂ. ഒരുപാട് ഗ്ലൂ ചെയ്താൽ പുറത്തേക്ക് അത് കാണും കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം ചെയ്താൽ മതി. അതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് വേണം നമ്മൾ ഗ്ലൂ ചെയ്യാനായിട്ട്. പുറത്തേക്ക് അത് കാണരുത്. പുറത്തേക്ക് ഗ്ലൂ വന്നാൽ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ പ്ലീറ്റ്സ് എടുത്തു കൊടുക്കണമെങ്കിൽ ഉള്ളിൽ ഗ്ലൂ ചെയ്താൽ അത് പുറത്തേക്ക് കാണും കേട്ടോ. അതുകൊണ്ടാണ് വലിയ വലിയ പ്ലീറ്റ്സ് എടുത്തു കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങളൊക്കെ ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു വർക്കാണ്. നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കാണുന്നതിനേക്കാളൊക്കെ ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കി നോക്കുക. ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ മെറ്റീരിയലും വെച്ചിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാം. നെറ്റൊന്നും വെച്ചിട്ട് നമുക്ക് അത്ര ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നൂലുകളും അതേപോലെ തന്നെ തയ്യൽ തുമ്പൊന്നും നൈലടിച്ച് കാണാത്ത വിധത്തിലുള്ള മെറ്റീരിയൽസ് വേണം നമുക്ക് ഇതിനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഹെയർ ക്ലിപ്പ്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് വരാനും താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.